ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സൺസ്ക്രീൻ ആണ്. ഓക്കെ, സൺസ്ക്രീനെ പറ്റി നിറയെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ സൺസ്ക്രീൻ ആക്ച്വലി എന്താണ് നമ്മൾക്ക് ചെയ്യുന്നത്, എന്താണ് സൺസ്ക്രീൻ ഇത്ര ഇമ്പോർട്ടൻറ്റ്? സൺസ്ക്രീൻ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മളുടെ ലൈഫിൽ മേ ബി ബ്യൂട്ടി കെയർ ചെയ്യുന്ന ആൾക്കാർക്ക്. ഓക്കെ, പക്ഷേ സൺസ്ക്രീനുള്ള ബെനിഫിറ്റ്സ് എന്താണെന്നും സൺസ്ക്രീനുള്ള കറക്റ്റായിട്ടുള്ള യൂസ് എന്താണെന്നും നിറയെ പേർക്കും അറിയത്തില്ല. സൺസ്ക്രീൻ ഇടണം, സൺസ്ക്രീൻ ഇടണമെന്ന് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. സൺസ്ക്രീൻ വളരെ കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള സൺസ്ക്രീൻ എപ്പോഴും വാങ്ങിച്ചിടാൻ പറ്റത്തില്ല. ഫേസിൽ നമുക്ക് ഓഫ് കോഴ്സ് നെക്കിൽ നമുക്ക് സൺസ്ക്രീൻ വളരെ എക്സ്പോഷർ ടു ദ സൺ എന്ന് പറയുന്നത് ഫേസ് തന്നെയാണ്. സോ ഫേസിൽ സൺസ്ക്രീൻ ഇടണം. അതല്ലാതെ നമുക്ക് നമ്മുടെ ബൈക്ക് ഓടിക്കുമ്പോൾ കൈ കാല് ഒക്കെ എക്സ്പോഷറാണല്ലേ വെയിലിലോട്ട്. അപ്പം നമുക്ക് എപ്പോഴും വാങ്ങിച്ചുള്ള പ്രോഡക്റ്റ് ഇടാതെ നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കി സൺസ്ക്രീൻ ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും, നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് സൺസ്ക്രീൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സോ അത് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. സൺസ്ക്രീൻ നമ്മളെ എങ്ങനെയൊക്കെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സൺലൈറ്റിൽ നിന്നും, സണ്ണിൽ നിന്നും വരുന്ന അൾട്രാ വയലറ്റ് രശ്മികളെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സൺസ്ക്രീനാണ്. ഓക്കെ, അതല്ലാതെ ഏജിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ സ്കിൻ ഏജ് ആകുന്നു, നമുക്ക് സ്കിൻ വളരെ ഡള്ളാകുന്നു. ഓഫ് കോഴ്സ് സൺലൈറ്റ് ഈസ് അവർ ഫസ്റ്റ് എനിമി. നിങ്ങൾ സ്കിൻ ക്യാൻസർ എന്ന് കേട്ടിട്ടുണ്ടോ? സ്കിൻ ക്യാൻസറിനെ സൺസ്ക്രീൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അതായത് സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നിലുള്ള DNA ഡാമേജിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. DNA ഡാമേജ് ഓഫ് സ്കിൻ സെൽസ്, അതായത് പ്രൈമറി കോസ് ഓഫ് ക്യാൻസർ. പിന്നെ സൺ ബേൺസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഓക്കെ, സൺബേൺ ഈസ് വെരി പെയിൻഫുൾ ആൻഡ് സച്ച് ആൻ ഇറിറ്റേറ്റിംഗ് ഫീലിംഗ് ഇഫ് യു ആർ ഗെറ്റിംഗ് സൺബേൺ. എനിക്കൊക്കെ സൺബേൺ പെട്ടെന്നാകുന്ന ഒരാളാണ്. സെൻസിറ്റീവ് സ്കിൻകാർക്ക് സൺബേൺ പെട്ടെന്നാകും. നമുക്കറിയില്ല നമ്മുടെ ഫേസിൽ എങ്ങനെയാണ് ബ്ലാക്ക് മാർക്ക് വീഴുന്നത്, ഹെറിഡിറ്ററി ആണോ, നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്കൊക്കെ ഉള്ളത് കൊണ്ടാണോ നമുക്കിങ്ങനെ വരുന്നത്, അല്ല നമുക്ക് എന്തുകൊണ്ടാണ് മറുകുകൾ വരുന്നത്. ഇപ്പോൾ നമ്മൾ ബീച്ചിലൊക്കെ പോയിട്ട് നമ്മൾ സൺ ബാത്ത് എടുക്കുന്ന സമയത്ത് ഹെവി സണ്ണൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ സ്കിന്നിലൊക്കെ, നോട്ട് ഫേസ്, ബോഡി സ്കിന്നിലൊക്കെ ബ്ലാക്ക് മാർക്ക് വീഴുന്നത് സൺ ഡാമേജാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ സൺസ്ക്രീൻ തന്നെ ഉപയോഗിക്കണം. മാർക്കറ്റിൽ കിട്ടുന്ന നല്ല സൺസ്ക്രീൻ നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റിൻ്റെ ഹെൽപ്പോട് കൂടി മാത്രമേ നിങ്ങൾ വാങ്ങിക്കാമുള്ളൂ. അങ്ങനെ അല്ലാതെ നമ്മൾ എങ്ങനെ വീട്ടിൽ സൺസ്ക്രീൻ നമുക്ക് ഉണ്ടാക്കാം, കുറച്ച് നമുക്ക് അതും ഉപയോഗിക്കാം ഇതും ഉപയോഗിക്കാം. നല്ല സൺസ്ക്രീൻ തന്നെ തിരഞ്ഞെടുക്കുക, ഡെർമറ്റോളജിസ്റ്റിൻ്റെ ഹെൽപ്പോട് തന്നെ തിരഞ്ഞെടുക്കുക. അതല്ലാതെ നമുക്ക് കുറച്ച് ബഡ്ജറ്റ്, നമുക്ക് കുറച്ച് പോക്കറ്റ്, നമ്മൾ കുറച്ചൊന്ന് സേവ് ചെയ്യാനായിട്ട് നമുക്ക് ഹോം മെയ്ഡ് സൺസ്ക്രീൻ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ഇതും മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ നിറയെ ആൾക്കാർ പറയുന്നത് കേട്ടില്ലേ, ഞാൻ 13 ഇയേഴ്സ് വരെ ഇത്ര ബ്ലാക്ക് ആയിരുന്നു, അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല കളർ വന്നു, സ്കിൻ ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറഞ്ഞ് നിറയെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടില്ലേ. അതിൻ്റെ കാര്യം എന്താണെന്നറിയോ? വെളിയിൽ പോയി കളിക്കുന്ന ഒരു പ്രായമാണത്. ആ സമയത്തൊക്കെ ഡയറക്റ്റായിട്ട് സൺലൈറ്റ് നമ്മുടെ ഫേസിലോട്ടും നമ്മുടെ ശരീരത്തോട്ടും സ്കിന്നിലോട്ടും നമുക്ക് പെട്ട് ഒരു സമയമാകുമ്പോൾ നമ്മൾ ബ്യൂട്ടി കെയർ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത്, നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. ബിക്കോസ് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്തത് കൊണ്ട് നമുക്കങ്ങനെ ഒരു ഇമ്മീഡിയറ്റ് ഡിഫറൻസ് നമ്മുടെ സ്കിന്നിൽ കാണാനായിട്ടും സ്കിൻ ടോണിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സൺസ്ക്രീൻ ഇങ്ങനെയാണ് സഹായിക്കുന്നത്. അങ്ങനെ സൺസ്ക്രീൻ നിറയെ വിധത്തിൽ നമ്മുടെ സ്കിൻ കെയറിനെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സൺസ്ക്രീൻ ഒഴിച്ചുകൂടാത്ത ഒരു കാര്യമാണ് ഇഫ് യു ആർ കെയറിങ് അബൌട്ട് യുവർ ബ്യൂട്ടി. സോ ബ്യൂട്ടി കെയർ ചെയ്യാത്ത ആൾക്കാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ബ്യൂട്ടി കെയർ ചെയ്യുന്ന കുറച്ചൊക്കെ നമ്മൾ ബ്യൂട്ടി വേണം, ബ്യൂട്ടി കെയർ ചെയ്യണം, നമുക്കുള്ള ബ്യൂട്ടീനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷനാണ് ഞാൻ ഷെയർ ചെയ്തത്. സ്കിന്ന് സ്മൂത്തർ ആക്കാനും, ബിക്കോസ് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്തപ്പോൾ ടാൻ ഉണ്ടാവില്ല. ടാൻ റിമൂവറൊക്കെ ഉണ്ട് കേട്ടോ, ടാൻ നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട്. ബട്ട് എന്നാലും അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഡയറക്റ്റ് സൺലൈറ്റ് നമുക്ക് അടിച്ചു കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ടാൻ ഭയങ്കര എന്താ പറയണ്ടേ, ഒരു തിക്ക് ലെയർ ഓഫ് സ്കിൻ അവിടെ ഫോം ആകും. അങ്ങനെ ഒരു തിക്കൊന്നും ആകാതെ, റഫ് ആകാതെ സ്മൂത്തർ സ്കിൻ ആകാനും നമ്മളുടെ സൺസ്ക്രീൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. സോ നമുക്ക് വീട്ടിലും കുറച്ച് നമ്മളുടെ ഹോം മെയ്ഡ് സൺസ്ക്രീൻ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ അധികം പുറത്തോട്ട് പോകാത്ത സമയത്തും അല്ലെങ്കിൽ ജസ്റ്റ് പുറത്തോട്ടൊന്ന് പോകുന്ന സമയത്തൊക്കെ നമ്മുടെ ഹോം മെയ്ഡ് സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് വാങ്ങിക്കുന്ന സൺസ്ക്രീൻ വളരെയധികം വെയിലത്തോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. സോ അങ്ങനെ നമുക്ക് കുറച്ച് പോക്കറ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഹോം മെയ്ഡ് സൺസ്ക്രീൻ ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. നമ്മുടെ വീഡിയോ ഹോം മെയ്ഡ് സൺസ്ക്രീൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. നിങ്ങൾക്ക് അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് എന്താണെന്ന് ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്. വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയൂ.
നിങ്ങൾ ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് നോക്കൂ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടെന്ന്. നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ച് നോക്കിയിട്ട് വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ക്ലിയർ സ്കിന്നിലേക്ക് മാത്രമേ എന്ത് പ്രോഡക്റ്റും നിങ്ങൾ അപ്ലൈ ചെയ്യാവുള്ളൂ. വേറൊരു വെരി ഇമ്പോർട്ടൻറ്റ് കാര്യം, സ്കിന്നിലോട്ട് ക്ലോസർ ടച്ചിലായിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉറപ്പായിട്ടും പാച്ച് ടെസ്റ്റ് നടത്താൻ മറക്കരുത്. നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഇല്ല, നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് പ്രോഡക്റ്റും, ഇപ്പോൾ ഹോം മെയ്ഡ് സൺസ്ക്രീൻ മാത്രമല്ല, പായ്ക്കാണെങ്കിലും ശരി, നമ്മൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് ആണെങ്കിലും ശരി, എന്ത് തന്നെ ആയാലും നിങ്ങൾ പാച്ച് ടെസ്റ്റ് നടത്താതെ ഉപയോഗിക്കരുത്. ഓക്കെ, പാച്ച് ടെസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഇട്ട് നോക്കാം, അല്ലെങ്കിൽ കൈയും ഫേസും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ഇട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടോ എന്ന്. ഇട്ട് കഴിഞ്ഞ് ഒരു 4 to 6 hours കഴിഞ്ഞിട്ട് മെയിനായിട്ടുള്ള അപ്ലൈക്ക് പോവുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വേറൊരു കാര്യം, ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത് നോക്കിയപ്പോൾ കണ്ടത് 70% ഓഫ് മൈ വ്യൂവേഴ്സ് ആർ നോട്ട് സബ്സ്ക്രൈബ്ഡ് എന്നാണ് കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാതെ പോയത്, എന്നെ ഇഷ്ടപ്പെട്ടില്ലേ, അല്ലെങ്കിൽ എൻ്റെ പ്രസൻറ്റേഷൻ ഇഷ്ടപ്പെട്ടില്ലേ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് കൺഫ്യൂസായി. സോ നിങ്ങൾ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു കമൻറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാകും. ഓക്കെ, എന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഞാനും ഒരു അക്സെപ്റ്റബിൾ പേഴ്സണാണ് നിങ്ങളുടെ മുന്നിൽ, എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടിയിട്ടുണ്ട് എന്ന് ഹാപ്പിയാകും. സോ ഹാപ്പി ടു ബീങ് വിത്ത് മീ. എന്നെയും നിങ്ങളുടെ കൂടെ കുട്ടിയിൽ ഒരുപാട് സന്തോഷം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സൺസ്ക്രീൻ ഉണ്ടാക്കി നോക്കാം. ഇത്രയും ചൂടുള്ള സമയത്ത് നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിച്ച സൺസ്ക്രീനാണ്. അതിൽ എന്തുമാത്രം കെമിക്കൽസിൻ്റെ അളവ് കൂടുതലുണ്ടെന്ന് നമുക്കറിയാൻ പറ്റില്ല. പിന്നെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള സൺസ്ക്രീനാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ. ഇതാകുമ്പോൾ നമുക്ക് ഫുൾ ടൈം സൺസ്ക്രീൻ ഇടുന്നതിന് ബഡ്ജറ്റിൻ്റെ പ്രോബ്ലം ഇല്ല, സേഫ്റ്റിയുടെ പ്രോബ്ലം ഇല്ല. കുറച്ച് സൺസ്ക്രീൻ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ പോകെ വീഡിയോയിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ് ടു ദ സ്കിന്നും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കും. നമുക്ക് ആദ്യം ഒരു സൺസ്ക്രീൻ ഉണ്ടാക്കാം. അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ലൈമ്, പിന്നെ നമുക്ക് വേണ്ടത് മിൽക്കാണ്. ഞാൻ കുറച്ച് മിൽക്ക് ഇവിടെ ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് റോ മിൽക്കാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന്. നമുക്ക് 2 ടീസ്പൂൺ റോ മിൽക്ക് ഒഴിക്കാം. ഇതാണ് പ്രപ്പോർഷൻ കേട്ടോ. 2 ടീസ്പൂൺ റോ മിൽക്ക്, 1 ടീസ്പൂൺ ലൈം ജ്യൂസ്. ഓക്കെ, ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്ക് മിൽക്കിലോട്ട് ലൈം ജ്യൂസ് ഒഴിക്കുമ്പം അതിങ്ങനെ നിങ്ങൾക്കറിയാമല്ലോ, ഇതിങ്ങനെ പിരിഞ്ഞു പോകും. എന്താ പറയുക, ചീത്തയായി പോകുന്ന പോലെ തോന്നും. ആ ഒരു ടെക്സ്ചർ മാറ്റാനായിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇത് പതഞ്ഞ് ഫോമായി ഒരു നല്ല പരുവത്തിൽ കിട്ടും. ഒരു കോട്ടൺ ബോൾ എടുക്കുക, ഇതിൽ ഡിപ്പ് ചെയ്യുക. ഡിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫുള്ള് ബോഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം, ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ദിസ് ഈസ് ആൻ എക്സലൻറ്റ് സൺ പ്രൊട്ടക്ഷൻ. ഓക്കെ, നല്ലൊരു സൺസ്ക്രീനാണ്. നിങ്ങൾക്ക് മിൽക്കിൻ്റെയും ലൈമിൻ്റെയും പ്രപ്പോർഷൻ ഫുൾ ബോഡിയിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി നിങ്ങൾക്ക് പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും ഏതൊക്കെ പാർട്ടാണ് നിങ്ങൾക്ക് വെളിയിലോട്ട് എക്സ്പോഷർ ആയിട്ടുള്ള, ഇപ്പോൾ ബൈക്കൊക്കെ ഓടിക്കുന്നവരാണെങ്കിൽ ഇവിടെയൊക്കെ ഈ ഭാഗമൊക്കെ വെളിയിലോട്ട് എക്സ്പോഷർ ആയിരിക്കില്ല. നമ്മൾ കാർ ഡ്രൈവ് ചെയ്യുവാണെങ്കിൽ ഈ സ്ഥലമൊക്കെ നമുക്ക് ബ്ലാക്ക് ആകും. സോ അങ്ങനെ ആകാതിരിക്കാനായിട്ട് ഇങ്ങനെയും കൊടുക്കാം. ഇങ്ങനെ കൊടുക്കുന്നത് കുറച്ചുകൂടെ സൂതിങ് ആയിരിക്കും. ഇങ്ങനെ തേച്ച് കൊടുത്താൽ പെട്ടെന്ന് ഒബ്സർവ് ആയി കിട്ടും. ഇറ്റ്സ് എ നാച്ചുറൽ സൺസ്ക്രീൻ വിത്തൗട്ട് കെമിക്കൽ.
അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ഗ്ലിസറിനാണ്. ഇത് വലിയ സ്പൂൺ ആയ കാരണം ഞാൻ 1/2 സ്പൂണേ എടുക്കുന്നുള്ളൂ, അതായത് 1 ടീസ്പൂൺ ഗ്ലിസറിൻ. ഇതിലേക്ക് 1 ടീസ്പൂൺ റോസ് വാട്ടർ, 1 ടീസ്പൂൺ അലോവേറ ജെൽ. ഓക്കെ, മിക്സ് ഓൾ ടുഗെദർ വെൽ. ഇത് നല്ലൊരു സൺസ്ക്രീൻ ലോഷനാണ്. അലോവേറ ജെല്ലിന് ഒരു മാജിക് ക്വാളിറ്റി ഉണ്ട്, ലൈക്ക് സൺ പ്രൊട്ടക്ഷൻ. ഗ്ലിസറിൻ സ്കിന്നിന് നല്ലൊരു സൂത്തിങ് കൊടുക്കും. അതേപോലെ തന്നെ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടെ ചേർന്നാൽ ദ ബെസ്റ്റ് സ്കിൻ ട്രീറ്റ്മെൻ്റ് ആണ്. അതിൻ്റെ കൂടെ അലോവേറ ജെല്ലും കൂടെ ചേരുമ്പോഴേക്കും SPF പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇൻഗ്രീഡിയൻസ് ടുഗെദർ, ഓൾ ടുഗെദർ യു ഷുഡ് മിക്സ് വെൽ. ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ഗുണങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാ വീഡിയോസിലും കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഇതിലും കൊടുക്കാം, നിങ്ങൾ നോക്കൂ. സണ്ണിലോട്ട് എക്സ്പോഷർ ആകുന്ന എല്ലാ പാർട്ടിലും, സോ സണ്ണിലോട്ട് എക്സ്പോഷർ ആകുന്നിടത്തൊക്കെ നിങ്ങൾക്ക് അലോവേറ ജെൽ കഴുത്തിൽ, ഫേസിൽ, നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ ആംസിൽ, കാലിൻ്റെ പാദത്തിലൊക്കെ എക്സ്പോഷർ ആകുന്നിടത്ത് ഇത് നിങ്ങൾക്ക് തേക്കാവുന്നതാണ്. എന്ത് ഇൻഗ്രീഡിയൻ്റ് ആണ് നിങ്ങളുടെ വീട്ടിലുള്ളതെന്നനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ എല്ലാമേ ഉണ്ടാക്കി നോക്കൂ. നിങ്ങളുടെ സ്കിന്നിന് ഏറ്റവും ചേരുന്ന ഏതാണെന്ന് വെച്ചാൽ അതുപോലെ ഉണ്ടാക്കാം. ഇതിനകത്ത് SPF പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് തരുന്നത് അലോവേറ ജെല്ലാണ്. സോ ഇത് മിക്സായി നല്ല ഒരു ക്രീമായിട്ടുണ്ട്. ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഒരു കോട്ടൺ ബോൾ ഇതിൽ ഡിപ്പ് ചെയ്യുക. ഡിപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ഫേസിലും സണ്ണിലോട്ട് എക്സ്പോഷർ ആകുന്ന എല്ലായിടത്തും തന്നെ ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ വെരി ഗുഡ് സൺ പ്രൊട്ടക്ഷൻ സൺസ്ക്രീൻ ആണ്. ഓക്കെ, വെരി നാച്ചുറൽ ആൻഡ് ദർ ഈസ് നോ കെമിക്കൽസ് ഇൻ ദാറ്റ്. നമ്മൾ ഹോമിൽ ഉണ്ടാക്കുന്നതായ കാരണം അലോവേറ പ്ലാന്റിലിരുന്ന് എങ്ങനെയാണ് അലോവേറ ജെൽ ഉണ്ടാക്കുന്നതെന്ന് ഒരു വീഡിയോ ഒരു ദിവസം ഞാൻ ഇടാവും. ഓക്കെ, സോ ഇതിപ്പം അലോവേറ ജെൽ ഞാൻ വാങ്ങിച്ച അലോവേറ ജെൽ ആയതുകൊണ്ട് ഈ വാങ്ങിച്ചത് കൊച്ചു കുട്ടികളുടെ മേത്തിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇടാവുന്നതാണ്. ഓക്കെ, ഫീമെയിലിനും മെയിലിനും എല്ലാവർക്കും ഇടാവുന്നതാണ്. ഇങ്ങനെ നിങ്ങളുടെ ബോഡി എക്സ്പോഷർ ആകുന്ന ഭാഗത്തൊക്കെ, ഇപ്പോൾ സ്കൂട്ടറൊക്കെ ഓടിക്കുകയാണെങ്കിൽ ഈ ഭാഗമൊക്കെ നിങ്ങൾക്ക് എക്സ്പോഷർ ആയിരിക്കും. കാലിലും കയ്യിലും ഫേസിലും, എസ്പെഷ്യലി കഴുത്തിലാണ് ഏറ്റവും കൂടുതൽ റിങ്കിൾസ് ആൾക്കാർക്ക് വീഴുന്നത്. സൺസ്ക്രീൻ നമുക്ക് കറുത്ത കളർ വരാതിരിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. നമുക്ക് ഏജിങ്ങിൻ്റെ സിംറ്റംസ് ഏറ്റവും അധികം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്നത് സൺലൈറ്റ് അടിച്ചിട്ട് തന്നെയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ ഉണ്ടാകുന്നതും നമ്മുടെ സ്കിൻ വരണ്ടു പോകുന്നതും ഒക്കെ തന്നെ ഈ വെയിലടിച്ചിട്ടാണ്. മാർക്സ് ഉണ്ടാകുന്നതും അല്ലെങ്കിൽ മറുകൾ ഉണ്ടാകുന്നതും ഒക്കെ ഈ സണ്ണിൻ്റെ വെയിലടിച്ചിട്ടാണ്. അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് ഏറ്റവും നല്ല വഴിയാണ് ഈ സൺസ്ക്രീനൊക്കെ. പിന്നെ കടയിൽ കിട്ടുന്ന സൺസ്ക്രീനിലൊക്കെ എത്ര കെമിക്കൽസ് ഉണ്ടെന്നും അത് എത്ര കോസ്റ്റ്ലി ആണെന്നും എത്ര സമയം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നും നമുക്കറിയത്തില്ല. ഒരു ട്യൂബ് വാങ്ങിച്ചാൽ ഏകദേശം 15th ആകുമ്പോഴത്തേക്കും 1-ാം തീയതിയിലിരുന്ന് നമുക്ക് തീർന്നു പോകും. അപ്പോൾ ഇതുപോലത്തെ ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൈസ ലാഭിക്കാം. സേഫായിട്ട് നമുക്ക് സൂപ്പറായിട്ട് നമുക്ക് ബെനിഫിഷ്യലാണ് ഇതൊക്കെ. സോ ട്രൈ ദിസ് ആൻഡ് ടെൽ മീ. ഇതുപോലൊരു കണ്ടെയ്നറിലാക്കി, ഇതിനെന്താ പറയുന്നത്, ഗ്ലാസ് കണ്ടെയ്നറിലാക്കി നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെക്കണം. ഓക്കെ, സോ കൂളായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇച്ചിരി നല്ലതായിരിക്കും. ഇറ്റ്സ് വെരി ഗുഡ്. സോ ട്രൈ ആൻഡ് ടെൽ മീ ഹൗ ഇറ്റ് ഈസ്. അടുത്ത സൺസ്ക്രീനിലേക്ക് നമുക്ക് വേണ്ടത് ഇത് സിങ്ക് ഓക്സൈഡ് ആണ്. നിങ്ങൾക്ക് മെഡിക്കൽ ഷോപ്പിൽ അല്ലെങ്കിൽ ആമസോൺ സൈറ്റിൽ കിട്ടും. ഞാൻ ലിങ്ക് വേണേൽ കൊടുത്തേക്കാം. ഇതൊരു 2 ടേബിൾ സ്പൂൺ വേണം. ഇതാണ് SPF പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്ന അടുത്ത സൺസ്ക്രീനിൽ. ഇതിലേക്ക് നമുക്ക് ജോജോബോ ഓയിൽ എന്ന് പറഞ്ഞൊരു ഓയിൽ ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് 1 ടീസ്പൂൺ വേണം.
ഇതിലേക്ക് പ്ലാന്റ് ബേസ്ഡ് വൈറ്റമിൻ ഇ ഓയിലാണ്. ഇത് ക്യാപ്സൂൾ ഞാൻ ഓൺലൈൻ ഈ മെഡിക്കൽ ഷോപ്പിൽ വാങ്ങിയതല്ല. ഇത് വൈറ്റമിൻ ഇ ഓയിൽ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഇതിലേക്ക് 1 സ്പൂൺ അലോവേറ ജെൽ ഇടാം. നാച്ചുറൽ അലോവേറ ജെല്ലാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതാണ്. അത് ഉണ്ടാക്കുന്നത് നമുക്ക് ഒരു ദിവസം ഞാൻ വീഡിയോ ഇടാം. ഇതിലേക്ക് 2 ടീസ്പൂൺ റോസ് വാട്ടർ ഒഴിക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വാട്ടർ, മിനറൽ വാട്ടർ എടുക്കണം കേട്ടോ. മിക്സ് ഓൾ ടുഗെദർ വെൽ. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ അലോവേറ ജെല്ലൊക്കെ ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആവണം. ബീറ്റർ ഇട്ട് പതപ്പിക്കുകയൊന്നും ചെയ്യണ്ട. ഇതൊരു ലിക്വിഡ് ഫോം ഓഫ് സൺസ്ക്രീൻ ആണ്, ആക്ച്വലി ടോണർ ലൈക്ക് ദാറ്റ്. സോ ഇതിൽ നമുക്ക് ഈ സിങ്ക് ഓക്സൈഡാണ് നമുക്ക് SPF പ്രൊട്ടക്ഷൻ തരുന്നത്. സോ എല്ലാ സൺസ്ക്രീനിലും ഇത് തന്നെയാണുള്ളത്. നിങ്ങൾക്ക് സിങ്ക് ഓക്സൈഡ് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ലിങ്ക് ഇതിൻ്റെ കൂടെ കൊടുത്തേക്കാം. ചേർക്കുന്ന അളവ് സൂക്ഷിച്ച് നോക്കി ഇതേ പാറ്റേണിൽ ചേർക്കാൻ മറക്കരുത്. സോ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ പ്രൊപ്പോർഷനേറ്റ് മറക്കരുത്, അതിനനുസരിച്ച് നിങ്ങൾ ചേർക്കണം. ഓക്കെ, ആ ലോഷനെ ഞാൻ ഇതുപോലൊരു സ്പ്രേ ബോട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ സ്പ്രേ ബോട്ടിലിൻ്റെ കളർ ബ്ലൂ ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ ബ്ലൂവേ ഉള്ളൂ അവൈലബിൾ ആയിട്ട്. നിങ്ങൾക്ക് 10 രൂപ 20 രൂപയ്ക്ക് സ്പ്രേ ബോട്ടിൽ, റോസ് വാട്ടറൊക്കെ ഞാൻ സ്പ്രേ ബോട്ടിലിൽ വെച്ച് മുഖത്ത് സ്പ്രേ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇതിനെ സ്പ്രേ ബോട്ടിലിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഫേസിൽ സ്പ്രേ ചെയ്ത്, ഫേസിലോ എക്സ്പോഷർ ആയിട്ടുള്ള സ്ഥലത്ത് കയ്യിൽ ഹാൻഡിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്യണം. ജസ്റ്റ് ഷേക്ക് ചെയ്തിട്ട് ഉപയോഗിക്കുക. ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് നിങ്ങളുടെ കയ്യിലൊക്കെ ഇട്ടാൽ നല്ലൊരു സൺ പ്രൊട്ടക്ഷനാണ് കേട്ടോ.